ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോൾ കേക്കൊക്കെ പുറത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ബോക്സൊക്കെ ഉള്ളൂ എങ്കിൽ അതിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഡോൾ കേക്ക് പാക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ വാനില ഡോൾ കേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മൈദ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല, ഒഴിവാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒഴിവാക്കുന്നില്ല. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ഇതുപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫ്ലോർ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അരിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകിൽ സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിലേക്ക് മുഴുവൻ ഫ്ലോറും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡോൾ കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ കൺവെൻഷൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊരു ആദ്യം 35-40 മിനിറ്റൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള കേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണം കേട്ടോ ബേക്കായി കിട്ടാൻ. ഇതുപോലുള്ള മോൾഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ സമയം വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 35-40 മിനിറ്റൊക്കെ വെക്കാം. പിന്നെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ആവാൻ 50 മിനിറ്റ് ആയിട്ടോ, 180 ഡിഗ്രിയിൽ. ഇങ്ങനത്തെ കേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വരും. ഇനി കേക്കിനെ നമുക്ക് ചെറിയ ചെറിയ ലെയറുകളാക്കി എടുക്കാം. അപ്പോൾ എത്രത്തോളം ലെയർ കിട്ടുമോ അത്രത്തോളം ആക്കിയെടുക്കാം. ഈ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൽപ്പം ഇതുപോലെ ക്രീമാക്കി കൊടുക്കുക. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുക്കാം. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുന്നത് ചെറിയ ചെറിയ ലെയറുകളാണ്. അപ്പോൾ ഇനി അതെല്ലാം ഇതുപോലെ തന്നെ ചെയ്യുക. ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുഴുവൻ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് ഫുള്ളായിട്ടൊന്ന് ക്രീമി വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം.
ഇപ്പോൾ കേക്കിന് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണ്. ഇപ്പോൾ കേക്കിൽ ക്രം കോട്ടിംഗ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി റോസറ്റ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ. അതുകൊണ്ട് ക്രീമിൻ്റെ കളറ് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല, നല്ല കളറ് തോന്നില്ല കേട്ടോ. ഈ ലൈറ്റിൻ്റെ പ്രശ്നമാണ്. കേക്കിനെ ഫുള്ളായിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത ശേഷം ഇനി ഡോള് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഫ്രോക്കിൽ കുറച്ച് ഗോൾഡൻ കളറിലുള്ള ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ രാവിലെ ഡെലിവറി ചെയ്യാനുള്ള കേക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ശരിക്ക് ഈ ഒരു ക്രീമിൻ്റെ കളറ്. ഇനി കേക്ക് ആക്കാനുള്ള ബോക്സ് ഞാനിതാ ഇതുപോലെയുള്ള 2 ബോക്സാണ് എടുത്തിട്ടുള്ളത്. 1 kg ബോക്സാണിത്. അപ്പോൾ ഡോൾ കേക്കിൻ്റെ ബോക്സിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ 50 രൂപ 75 രൂപ ഒക്കെ വരുന്നുണ്ട് ഓരോ ബോക്സിന് തന്നെ. അപ്പോൾ ഞാനിതാ ഇതുപോലെയുള്ള 2 ബോക്സ് എടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഈ കേക്ക് പാക്ക് ചെയ്യുന്നത്. ഇതുപോലെ ബോക്സ് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാക്കിയിട്ട് ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തു. ഇനി കേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങ് പിൻ ചെയ്ത് വെച്ചാൽ മതി. കേക്കിനെ നമുക്ക് പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ബോർഡിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഫോണ്ടൻറ്റിൻ്റെ ഷീറ്റിൽ പേരെഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ പിൻ ചെയ്ത് വെക്കാം. ഇനി ഇതുപോലുള്ള ഈ ഒരു 2 സൈഡും കൂടെ പിൻ ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ദൂരേക്കൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അടുത്തായതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്